ഹലോ, കുറേ ആയി നമ്മൾ കണ്ടിട്ട്. ഈ ഒരു ഡയലോഗ് ഇപ്പോൾ കുറച്ച് വീഡിയോയിൽ ഞാൻ സ്റ്റാർട്ടിങ് പറയുന്നുണ്ട്. എന്താ പറയേണ്ടത് അറിയില്ല. സ്റ്റാർട്ടിങ് വേറെ ഒന്നുമല്ല, ഇവിടെ പണിക്കാർ ഉണ്ട് എന്നുള്ള സത്യമാണ്. ഞങ്ങൾ അറ്റകുറ്റപ്പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അടുക്കളേൻ്റെ. അപ്പോൾ എനിക്ക് സംഭവം അതൊക്കെയാണ് ഞാൻ പറയുമെങ്കിലും കുറച്ച് മടിയുള്ളതുകൊണ്ട് തന്നെയാണ്, സത്യമായിട്ടും മടിയുള്ളതുകൊണ്ട് തന്നെയാണ്. എന്താ പറയുക, ഞാൻ ഭയങ്കര ബിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണും ചിലപ്പോൾ രാജോട്ടനൊക്കെ കണ്ടാൽ വന്ന് തല്ലും. എന്ത് ബിസി ഇവിടെ, വെറുതെ ഭൂമിക്ക് ഭാരമായി എന്നൊന്നും പറയില്ല, ഞാൻ വെറുതെ പറഞ്ഞ. അപ്പം എന്തായാലും ഒരു മടി ആയതുകൊണ്ട് തന്നെ കേട്ടോ കുറേ വീഡിയോ ഞാൻ പോണ സ്ഥലത്തു നിന്നൊക്കെ വീഡിയോ എടുത്ത് വയ്ക്കുക. പക്ഷേ എനിക്കില്ലേ അത് എഡിറ്റ് ചെയ്യാനൊക്കെ ഞാനറിയില്ല, ഒരു പിന്നെ ചെയ്യുക ഇങ്ങനെയൊക്കെ ഓരോരോ ഇതിലിങ്ങനെ നടക്കുകയാണ്. ഞാനിപ്പോൾ എന്തിനാണ് വന്നതെന്നറിയോ? വേറെ ഒന്നുമല്ല, ഞാനില്ലേ ഇങ്ങനെ നമ്മളെ എൻ്റെ ഫോണിൻ്റെ ഗാലറി ഇങ്ങനെ നോക്കി ഇങ്ങനെ വൃത്തിയാക്കുക. അതായത് കുറേ എന്തൊക്കെയോ വീഡിയോസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് പണ്ടത്തെ കുറേ ഡാൻസൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊടി തട്ടിയിട്ട് വേറെ വേറെ ഫോൾഡറുകളിലാക്കുമ്പോഴാണ് ഞാൻ കണ്ടത് ചിമ്മു ഇല്ലേ, നമ്മളെ ചിമ്മു ചൈതന്യ, ജസ്റ്റേജിൻ്റെ മോള്, അച്ഛൻ്റെ ഏട്ടൻ്റെ മോളെ കുട്ടിയാണ് ചിമ്മു ചൈതന്യ. ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിലെൻ്റെ ഗാലറിയിൽ അവൾ വലിയ കുട്ടിയായപ്പോഴുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസും കണ്ടപ്പം ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ചാൽ എന്താണെന്ന്. അതായത് പണ്ടത്തെ കാലത്തെ വലിയ കുട്ടിയാവുന്ന ചടങ്ങുകൾ, ഇപ്പോഴത്തെ കാലത്തെ വലിയ കുട്ടി. അപ്പോൾ ഈ വലിയ കുട്ടിയാവുന്നതിനുള്ള ജനറേഷൻ്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എൻ്റെ എക്സ്പീരിയൻസിൽ, അത് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. പറഞ്ഞുതരല്ല, അത് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഒരു ചിന്താഗതിയിൽ ശരിയാണല്ലോ അല്ലെങ്കിൽ തെറ്റാണല്ലോ, ഞങ്ങളെ ഭാഗത്തേക്കില്ല, പല ഭാഗങ്ങളിലേക്കും പല രീതിയിലാണ് ഇത്. അപ്പോൾ ചിമ്മൂൻ്റെത് ഞങ്ങൾ ഭയങ്കര ചടങ്ങൊന്നും ആക്കിയിട്ടില്ല. അതായത് അങ്ങനെ എന്തൊക്കെയോ ചടങ്ങില്ല, അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ചാലപ്പുറത്തുകാർക്ക് പ്രാർത്ഥിക്കാൻ ഓരോ കാരണങ്ങൾ എന്ന പോലെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് എല്ലാവരും കൂടുകയെന്ന്. അപ്പോൾ ജസ്റ്റേജി മനോജേട്ടൻ പറഞ്ഞു അവിടെ ചിമ്മു വലിയ കുട്ടിയായിരുന്നാൽ പിന്നെ എല്ലാവരും ഇവിടെ വരും, നമുക്കൊരു ചെറിയ ഗെറ്റ് ടുഗെദർ. അപ്പം അവളെ ഒന്ന് സുന്ദരിയായിട്ട് ഒരുക്കി, എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, കുറേ കഥ പറഞ്ഞു. ഇതൊക്കെ തന്നെ അല്ലാതെ നമ്മുടെ ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ചടങ്ങ് കണ്ടത് മിതേൻ്റെയാണ്, സൗമ്യൻ്റെ മോളത് വെല്ലുകുട്ടിയായപ്പോൾ ഞങ്ങളൊക്കെ ക്ഷണിച്ചിട്ട് അവർ ഗ്രാൻഡായിട്ട് എന്തൊക്കെയോ അടിപൊളി പ്രോഗ്രാമായിരുന്നു അവരത്. എല്ലാ ചടങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കുളിപ്പിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീയ, പിന്നെ അബീൻ്റെ മോളതും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, കോവിഡിൻ്റെ ആ സമയത്തായതുകൊണ്ട് അവളത് ഞങ്ങൾ കണ്ടില്ല. ഫോട്ടോസൊക്കെ കണ്ടു, സുന്ദരിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനില്ലേ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് അമ്മേൻ്റെ തറവാട്ടിലൊക്കെ ഇതേപോലെ എന്താ പറയുക, ഇങ്ങനെ ഒരുക്കി ഇരുത്തി അങ്ങനെ വിളക്ക് പൂക്കുല അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടല്ലോ. അതായത് ഒരു പരിണയം സിനിമയിലുള്ള മോഹിനീൻ്റെ കല്യാണമല്ലേ അതിൽ കാണിക്കണല്ലേ, ആ ഒരു ഫീലാണ് അമ്മ പറഞ്ഞ കഥകളിൽ എനിക്ക് മനസ്സിലായത് കേട്ടോ. ഒരു രസം തോന്നിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ആചാരങ്ങളും ചടങ്ങുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തതുണ്ടാവും, വിശ്വസിക്കാൻ അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ലേ. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ കാവ്, നാഗം, കോട്ട അങ്ങനത്തെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്ന ഫീലിങ്സും ഇഷ്ടപ്പെടും. ആ പണ്ടത്തെ ആ ഒരു ആചാരങ്ങൾ, അത് മാത്രം മീൻസ് ആചാരങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ ഇരുത്തുക, എന്താ പറയുക, വിളക്കിൻ്റെ മുന്നിൽ ഇരുത്തിയിട്ട് എന്തൊക്കെയോ സംഭവങ്ങളില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ശേഷം സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങളെ കഷ്ടമാണ് അന്നത്തെ കാലത്ത് ഈ വലിയ കുട്ടിയായത്. അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ വയ്യ കേട്ടോ. അതായത് തൊടാതിരിക്കുക, നമുക്കതൊന്നും. പക്ഷേ പണ്ടുള്ള ആൾക്കാർ അത് തൊടാതിരിക്കാനുള്ളൊരു സംഭവം എന്തായിരിക്കും എന്നറിയോ? ഞാൻ മനസ്സിലാക്കണത് അന്ന് തറവാടുകളിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഒരുപാട് പണിയല്ലേ, പെണ്ണുങ്ങൾ ഫുൾ ടൈം ജോലി ചെയ്തും കൊണ്ടാണ്. ഈ ഒരു ആക്ഷനാണ് പെണ്ണുങ്ങൾക്ക് എപ്പോഴും. അതായത് ഈ അടുപ്പൊക്കെ നിലത്തുള്ള അടുപ്പ് നിലത്തിരുന്ന് തുടയ്ക്കുക, ഇടിക്കുക, അടിച്ചു വാരുക, അങ്ങനത്തെ കുറേ ജോലികൾ ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്ത് ഈ കാരണവന്മാർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഒരു മാസത്തിൽ ഒരു 7 ദിവസമെങ്കിലും ഇത് റെസ്റ്റ് എടുത്തോട്ടെ വിചാരിച്ചിട്ട് ചിലപ്പോൾ ചെയ്തതായിരിക്കാം. കാരണം അല്ലാതെ ഇപ്പം പീരീഡ്സ് ആയ ആൾക്കാരൊക്കെ ജിമ്മിന് പോകുന്നു, ഡാൻസ് ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, സ്പോർട്സ്. അപ്പം അതായിട്ട് കണക്ഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടെ, ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് പറയാൻ പാടുണ്ടോ ഒക്കെ അറിയില്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് പറയണത്. അപ്പോൾ അമ്മ പറഞ്ഞ അറിവിൽ അന്നൊക്കെ ഇങ്ങനെ ചടങ്ങുകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി പരിണയം സിനിമയായിട്ട് എനിക്ക് കണക്ഷൻ, ആ ഒരു ഇതാണ് എൻ്റെ കണ്ണിൽ. ഞാൻ ആ സിനിമയാണ് കാണുക, ഇങ്ങനെ പൊതിച്ച് മൂടി പൽക്കണ്ണാടിയൊക്കെ പിടിച്ച് പൂക്കുല വിളക്ക്, ആളുകൾക്ക് കുരവിട്ട് മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിച്ച് അങ്ങനത്തെ ഒരു ഫീല് വരണം അല്ലേ. അതിനുശേഷം ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ, എൻ്റെ അറിവിൽ ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ഞങ്ങളൊരു ജനറേഷനിൽ ഞാൻ ആരും കണ്ടിട്ടില്ല അങ്ങനെ ഒരു ചടങ്ങൊന്നും ആക്കണത്. പിന്നെ ജേഴ്സ് ചേച്ചി ഇല്ലേ, ചിമ്മൂൻ്റെ അമ്മ, ജേഴ്സ് ചേച്ചീനെ ഇതേമാതിരി വലിയ കുട്ടിയായപ്പം അവളെങ്ങനെ ഈ ചടങ്ങൊന്നുമില്ല, പക്ഷെ സാരിയൊക്കെ അടിച്ച് കുറച്ച് സ്വർണ്ണമൊക്കെ ഇടിപ്പിച്ച് മുല്ലപ്പൂക്കെ വെച്ച് ഇരുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ചെറുതായിരിക്കും ചിലപ്പം. അപ്പോൾ ഈ അങ്ങനെയൊക്കെ എൻ്റെ അറിവിൽ എനിക്ക് വലിയ കുട്ടിയായ ആൾക്കാർ, ഞാൻ എൻ്റെ അറിവിൽ ദിവ്യ ചേച്ചിയും ആ ഒരു ഏജിലുള്ള സിം ചേച്ചി, അങ്ങനെ കുറച്ച് ആൾക്കാരാണ്. അപ്പം ആകാംക്ഷയായിരുന്നു, ഇത് എന്താ ഇപ്പോൾ വലിയ കുട്ടിയാവേ. അന്നത്തെ ആൾക്കാർ പറഞ്ഞു തരില്ല, അത് മോശമാണ്, അതൊക്കെ പറയാൻ പാടില്ല, എന്തൊക്കെയോ അല്ലേ, ആൺകുട്ടികൾ കാണാൻ പാടില്ല, പറയാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ഇവർക്ക് ഇപ്പോൾ എത്ര സ്പെഷ്യൽ,
എന്താ ഇപ്പോൾ ഒരു പാവാടയും ബ്ലൗസൊക്കെ ഇട്ട് ഇവർക്കാണ് ഒരു പ്രത്യേക ചിരിയൊക്കെയാണ്. അതായത് അവർക്കൊരു നാണം പറയാനും വയ്യ. അപ്പോൾ ഞാൻ എന്നിട്ട് വിചാരിച്ചു എന്തായിരിക്കും ഇവർക്ക്, അപ്പോൾ ആ ഒരു ജിജ്ഞാസ ഉണ്ടാവില്ലേ നമുക്ക്, ഇത് എന്തായിരിക്കും ഇവർക്ക് പറ്റിയിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത് രസകരമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ കസിൻ പറഞ്ഞത്, കാല് മുറിയും, ഒരു സമയമായി കഴിഞ്ഞാൽ നമ്മളെ കാല് മുറിഞ്ഞിട്ട് ബ്ലഡ് വരും, അതാണ് അത് വലിയ കുട്ടിയാവുകയാണെന്ന്. ഞാൻ എന്നും പോയിട്ട് എൻ്റെ കാലൊക്കെ നോക്കും, എന്താണിത്, ഞാൻ വലിയ കുട്ടി ആയില്ലേ, വിവരക്കേടാണ്. പക്ഷെ അന്ന് ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കാനൊക്കെ മടിയണേ, എന്താണ് ഭയങ്കര മടിയായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു LKG UKG ആയാൽ തന്നെ എന്താണ് പീരീഡ്സ്, സാനിറ്ററി പാഡ്സ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആ വിവരങ്ങളുണ്ട്. അത് പക്ഷേ ഒരു കണക്കിന് നല്ലതാണ്. ഞാനിവിടുത്തെ എനിക്ക് 2 ചെക്കന്മാരില്ല, അവർക്ക് കഥകൾ മീൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തവർക്ക് അറിയാം നമുക്കത് വയറുവേദനയാണ്, ഒരു കുട്ടി ജനിക്കുക, ഒരു ജന്മം കൊടുക്കുന്നതിൻ്റെ ഒരു സ്ത്രീ ആവുക, അതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ അവർക്ക് അതിൻ്റെ ആ രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ല സുന്ദരിയായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പെൺകുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യുക. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഭയങ്കര വയറുവേദനയായിരിക്കും, ഭയങ്കര വയറുവേദന ഉണ്ടാവും, ഭയങ്കര ക്ഷീണം ഉണ്ടാവും, ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം ഞാൻ ഈ ബുദ്ധിമുട്ടുകൾ, അപ്പം ഞാൻ അതിലേക്ക് വരട്ടെ. ഈ മൂഡ് സ്വിങ് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പം എല്ലാവർക്കും ഉണ്ട് ഒരു മൂഡ് സ്വിങ്, നിങ്ങളത് എല്ലാവരും എനിക്കൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഒരു പണിയില്ലാതെ ഇരിക്കുന്നതുകൊണ്ടാണോ മൂഡ് സ്വിങ് വരുന്നതെന്ന് അറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ അമ്മേൻ്റെ അടുത്തൊക്കെ പറഞ്ഞ അമ്മ ഒരു ഇത് എന്തൊരു മാഞ്ഞാലാണ്, പണ്ടൊക്കെ പെണ്ണുങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു മൂഡ് സ്വിങ് എന്നുള്ള വേർഡും സംഭവം സത്യമാണ്. പണ്ടുള്ളവർ ഞാൻ മനസ്സിലാക്കിയത്, പണ്ടുള്ള ആൾക്കാർക്ക് ഒന്നാമത് വെറുതെ ഇരിക്കാനുള്ള നേരല്ലേ, അതൊന്നും ആലോചിച്ചിരിക്കാനുള്ള. നമുക്ക് പീരീഡ്സിൻ്റെ കുറച്ച് മുന്നേ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് കുറച്ച് പീരീഡ്സിന് മുന്നേ ചിലപ്പോൾ മൂഡ് സ്വിങ് ഉണ്ടാവും. അതായത് വെറുതെ അനാവശ്യമായി സങ്കടം വരിക, ഇടയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഇടയ്ക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും, ഇടയ്ക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ നെഞ്ഞു പൊട്ടി കരഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ട്. എന്തിനാ കരയണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം എനിക്കെന്തോ തകരാറായിട്ട് ഞാൻ എൻ്റെ ഫീലിങ്സ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും കസിൻസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പം എല്ലാവർക്കും ഈ തകരാറുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനത് അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് മാഞ്ഞാലാണ്, ഇങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ ഇത് കൂടിയൊക്കെ വന്നിട്ടുണ്ട്, ഇതൊക്കെ ഈ പീരീഡ്സ് നിൽക്കാനായ സ്ത്രീകളിൽ കണ്ടുവരുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും ജീവിത നമ്മൾ ജീവിക്കുന്ന രീതിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടായിരിക്കാം, ഹോർമോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ആ സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ കുറേ ആൾക്കാർക്ക് കേട്ടു, എനിക്ക് നല്ലോണം ഉണ്ട്. ചിലപ്പോൾ പീരീഡ്സ് ആവുന്നതിന് കുറച്ച് മുന്നേ, ചിലപ്പോൾ പീരീഡ്സ് ഡേറ്റിലായിരിക്കാം, ചിലപ്പം നമ്മൾ ഈ ഓവുലേഷൻ പറയുന്ന സമയമുണ്ടല്ലോ ആ സമയത്താവാം. അപ്പം അത് ഇല്ലാത്തല്ല. അപ്പം അമ്മയ്ക്കൊക്കെ ദേഷ്യം പിടിക്കുക കേൾക്കുമ്പോൾ, നിങ്ങൾക്ക് ഓരോ മാഞ്ഞാലം, ആ വേർഡാട്ടോ, കോഴിക്കോടുള്ളൊരു വേർഡാണ് മാഞ്ഞാലം, എന്തൊരു മാഞ്ഞാലാണ് ഇതൊക്കെ, ആ ഒരു സ്റ്റൈൽ. അപ്പോൾ പണ്ടുള്ളവർക്ക് ചിലപ്പം അവർ ഫുൾ ടൈം എക്സസൈസാണ്, അവരുടെ ശരീരം ഫുൾ ടൈം അനങ്ങിക്കൊണ്ടാണ്. പിന്നെ ഈ ജങ്ക് ഫുഡ്, പുറത്തെ ഫുഡൊന്നും കഴിക്കുന്നില്ല, വീട്ടിലുണ്ടാകുന്ന പറമ്പിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഫുഡായിരിക്കും. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസം അവരുടെ ഇതിലുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ മാതിരി ഭയങ്കര എക്സസൈസ് അല്ലേ, രാവിലെ മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കൂടുതലും മൊബൈൽ, ഞാനടക്കമുള്ള ആൾക്കാരെ കേട്ടോ പറയണത്, മൊബൈൽ നോക്കുന്നു, ജങ്ക് ഫുഡ് ഉണ്ട്. അത്യാവശ്യം നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ് ഒക്കെ പാടുമൊക്കെ അറിയില്ല പറയാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാരൊക്കെ കാണുമ്പോൾ വയ്ക്കില്ല ഇവിടെ ആരാന്ന്, ഞാൻ ആരൊക്കെയോ പറയണത് കേട്ടോ. നമ്മളിങ്ങനെ കുനിഞ്ഞിട്ടും നിവർന്നിട്ടുമുള്ളൊക്കെ അല്ലേ പണ്ടുള്ള ആൾക്കാരെ, ഫുൾ ടൈം കുനിഞ്ഞ് നിവർന്ന് അങ്ങനത്തെ ഒരു ഇതില്ലേ. ഇപ്പം പക്ഷെ നമ്മൾ ജിമ്മിൽ പോയിട്ട് ഇതൊക്കെ തന്നെയല്ലേ, വെള്ളം കോരുന്നതും അരയ്ക്കുന്നതും അങ്ങനത്തെ സ്റ്റൈലല്ലേ എക്സസൈസ്. ഞാനടക്കമുള്ള ആൾക്കാരെ കേട്ടോ പറയുന്നത്. അത് വിചാരിച്ചിട്ട് എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും വീടടിച്ചേരി തുടയ്ക്കാമെന്ന് വിചാരിക്കുമോ? ഒരിക്കലുമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കില്ല. പണ്ടുള്ള എക്സസൈസ് അതായിരിക്കാം അല്ലേ, ആരോഗ്യമുള്ള സ്ത്രീകൾ, അതുകൊണ്ട് സുഖപ്രസവമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ 2 സിസേറിയൻ ആയിരുന്നു കേട്ടോ. അത് വേറെ വശം. അതിനെന്തൊക്കെയോ റീസണും കാര്യങ്ങളും എന്തൊക്കെയാണ് അവർ പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യമില്ല, ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതല്ല, ഡോക്ടേഴ്സ് തന്നെ ചെയ്താണ്. അപ്പോൾ പിന്നെ ഞാൻ കാര്യത്തിലേക്ക് വരാം. അങ്ങനെ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ട് കസിൻസ് ആരും പറയാനും മിണ്ടാനും പാടില്ല. ഞാൻ വലിയ കുട്ടിയായത് വളരെ രസകരമായിരുന്നു. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ, 7ാം ക്ലാസ് സ്കൂൾ പൂട്ടിയ സമയത്താണ് വലിയ കുട്ടിയാവുന്നത്. അപ്പം നമുക്കിതിനെ പറ്റിയുള്ള ഒരു ധാരണയില്ല, എന്താണിത് ഏതാണിത് എന്നുള്ള ധാരണയൊന്നുമില്ല. അപ്പം ഞാനൊരു ദിവസം ബാത്റൂമിൽ പോയ സമയത്ത് പെറ്റിക്കോട്ട്, നമ്മളന്ന് കുട്ടികൾ പെറ്റിക്കോട്ട് ഇട്ടുമല്ലോ, പെറ്റിക്കോട്ടിൽ എനിക്ക് എന്തോ ഇങ്ങനെ കളർ വ്യത്യാസം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മാരകമായ അസുഖം വന്ന് ഞാൻ മരിക്കാൻ പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ പെറ്റിക്കോട്ടും തൂക്കി പിടിച്ചിട്ട് ഞാൻ ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് എന്തോ മാരക അസുഖം പിടിപെട്ടു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അന്നില്ലേ ഞങ്ങളെ വീടിൻ്റെ അപ്സ്റ്റെയറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പണിക്കാരൊക്കെ ചിരിക്കുക, കേൾക്കണവരും കാണുന്നവരും ചിരിക്കുക. എനിക്കറിയുന്നില്ല ഇതെന്താന്ന്. അന്നുള്ളവരൊന്നും മുൻകൂട്ടി പറഞ്ഞിരില്ല, അത് മോശം, അതൊക്കെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നല്ലോ പണ്ടുള്ള ആൾക്കാർക്ക്.
അപ്പം അതിന് മുന്നേ ഞാൻ പറയട്ടെ, ഈ എൻ്റെ അമ്മ നല്ല കളറുണ്ട്. അപ്പം നമ്മളിപ്പോൾ കളറിനെ കുറിച്ച് പറയാൻ പാടുണ്ടോ ചോദിച്ചാൽ അത് പറയാൻ പാടില്ല. പക്ഷേ അന്നത്തെ കാലത്ത് ഉണ്ടായ കഥ കേട്ടോ ഞാൻ പറയുന്നത്. അമ്മ നല്ല വെളുത്തിട്ടാണ്, ഞാൻ കുറച്ച് ഇരു കളറായിരുന്നു. അപ്പോൾ അന്നൊക്കെ പറയും നമ്മൾ അമ്മയായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ അമ്മേൻ്റെ മോള് എന്താ, ഞാൻ അങ്ങനെ കുറച്ച് കളറില്ലല്ലോ, അമ്മ നല്ല വെളുത്തിട്ടാണല്ലോ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം അങ്ങനെ പറയാൻ പാടുണ്ടോ ചോദിച്ചാൽ അന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചതാണ്. ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യണേ, അല്ലാതെ ഞാൻ ഈ കറുത്ത വെളുത്തതെന്നൊന്നും പറയല്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഇരു കളറാണെന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. അപ്പം എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് കുടുംബക്കാരൊക്കെ പറയും അന്നൊരു ഉമി കൊടുത്ത് വാങ്ങാന്നൊക്കെ. പലരെയും ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന ആൾക്കാരിലൊക്കെ കുറേ അനുഭവം ഉണ്ടാവും, നിന്നെ ഉമി കൊടുത്ത് വാങ്ങിയതാണെന്നൊക്കെ പറയണത്. അപ്പം ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ട് നിന്നെ ഉമി കൊടുത്ത് വാങ്ങിയോ, കാരണം ലക്ഷ്മി കുറച്ച് നല്ല കളറുണ്ട്, അമ്മേൻ്റെ അത്ര അല്ലെങ്കിലും മോളും കളറുണ്ട്, അമ്മ നല്ല വെളുത്തിട്ടാണ്. എനിക്ക് ശരിക്കും അച്ഛനും അച്ഛൻ്റെ വീട്ടുകാരെയും കളറാണ് കിട്ടുന്നത്. പക്ഷെ അന്ന് അങ്ങനെ ചിന്തിക്കുന്നില്ല. അമ്മയായിട്ടാണല്ലോ കണക്ഷൻ അറിയുക, മറ്റ് കഥകളൊന്നും നമുക്ക് അറിയില്ലല്ലോ. എൻ്റെ മോൻ ചോദിച്ചിട്ടുണ്ട് അമ്മേൻ്റെ കുമ്പയിൽ നിന്നാണ് ഞാൻ വന്നത്. അപ്പോൾ അതൊരു രസമുണ്ട്. അമ്മ എനിക്ക് എന്തെങ്കിലും പറ്റി അമ്മക്കാരൻ, അച്ഛൻ ഇതിലെവിടെയാണ്, എന്താണ് അച്ഛൻ്റെ റോള് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മോൻ. അതേ ചിന്തയായിരുന്നു എനിക്ക് അന്ന് 7ാം ക്ലാസ് പഠിക്കുമ്പോൾ. എനിക്കിത് അറിയില്ലല്ലോ. അപ്പം അമ്മയ്ക്ക് വെളുത്തിട്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരു കളറായി ഉമി കൊടുത്ത് വാങ്ങി. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു എനിക്കെന്തോ മാരക അസുഖം വന്നിട്ട് ഇവരൊക്കെ ചിരിക്കുന്നു, കാരണം ഞാൻ ഇവരെ കുട്ടിയല്ലല്ലോ, ഞാൻ ഉമി കൊടുത്ത് വാങ്ങി ഉണ്ടായതായതുകൊണ്ടായിരിക്കാം ഇവരിങ്ങനെ ചിരിക്കേണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ആൾക്കാർ ചിരിക്കുമോ ഒക്കെ അറിയണ്ടേ കൂട്ടരെ, ഞാൻ എന്തൊരു പൊട്ടത്തി, ആരും പറഞ്ഞിട്ടില്ല. ആ ദിവസമാണ് ഇത് നമുക്ക് പറഞ്ഞു തരാം, നീ ഒരു വലിയ കുട്ടിയായിരിക്കുന്നു. ഇനി ആൺകുട്ടികളെ കൂടെ, ഞങ്ങൾക്ക് കസിൻ, ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ കൂട്ടുകുടുംബമാണ്. അമ്മേൻ്റെ വീട്ടിലും കസിൻസ് ഉണ്ട്, ആൺകുട്ടികൾ പെൺകുട്ടികൾ, അച്ഛൻ്റെ വീട്ടിലും ആൺകുട്ടികൾ പെൺകുട്ടികൾ. നമ്മൾ അങ്ങനെയൊക്കെ ആയിരുന്നു അന്നൊക്കെ. എല്ലാവരും കൂടി ഇരുന്ന് കിടക്കും, കളിക്കും, ഫുട്ബോൾ, അങ്ങനെ ഇങ്ങനത്തെ കഥകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പറഞ്ഞു ഇനി വലിയ കുട്ടിയായി, ഇനി നിനക്കൊരു അടക്കവും ഒതുക്കവും വേണം, ആൺകുട്ടിയുടെ മേലേക്ക് പാഞ്ഞു കയറി കളിക്കരുത്. മീൻസ് പിന്നെ കസിൻസിൻ്റെ മേൽ അവർക്കും പറഞ്ഞു കൊടുത്തു. ഇനി ശാലിനി അങ്ങനെ നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കളിച്ച് തോളിൽ കയയിട്ട് അങ്ങനത്തെ, ഞാൻ ആലോചിക്കും എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ അങ്ങനത്തെ ഒരു ബോധം വരില്ലേ. പിന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം, പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പില്ലേ അപ്പോൾ എന്തോ സംഭവമായിട്ട് എനിക്കാണെങ്കിൽ നാണവും. ഞാനിങ്ങനെ ഇവരെ കസിൻസ് ആൺകുട്ടികളുടെ അടുത്തൊക്കെ പറയുമ്പോൾ എനിക്കിങ്ങനെ കുറവശം, എനിക്ക് എന്തോ വലിയ സംഭവമാണെന്നുള്ളത്. അന്ന് തുടങ്ങുമ്പോഴാണ് കഷ്ടകാലം. ഇപ്പം ഞങ്ങളെ കസിനിൽ എൻ്റെ നെക്സ്റ്റ് ജനറേഷൻ കുട്ടികളൊക്കെ പറയും എന്താണെന്ന് വലിയ കുട്ടിയായിരുന്നെങ്കിൽ എന്നൊക്കെ. ഞങ്ങൾ എന്നിട്ട് പറയും എൻ്റെ മോളെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുക, കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, വയറുവേദനയും സ്കൂളൊക്കെ പോകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്. അന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ, എൻ്റെയൊക്കെ സമയത്തും ഈ സാനിറ്ററി പാഡ്സ് അത്ര യൂസ് ചെയ്യുന്നൊരു സമയമല്ല, ഉണ്ടായിരിക്കാം, പക്ഷേ ഞങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അതൊക്കെ തിരുമ്പി, അതും ആരും കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിപ്പോയിട്ട് തോരട്ട് എന്തോ മാരകമായ കുറ്റം ചെയ്ത മാതിരിയായിരുന്നു അന്നത്തെ ആൾക്കാർക്ക്. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതൊക്കെ പറയുന്നതിന് മോശമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ, നമ്മളൊരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. പണ്ടും ഇപ്പോഴും തമ്മിലുള്ള ഇവളൊരു വലിയ കുട്ടിയായതിൻ്റെ ആ ഒരു രസം കണ്ടപ്പോഴാണ് എനിക്ക്, ഇപ്പോൾ അതൊരു സംഭവമാണ്. എനിക്ക് ഇങ്ങനത്തെ കളർ വേണം, എന്നെ ഇങ്ങനെ ഒരുക്കിയിരിക്കണം. കുട്ടിയൊക്കെ മടിയൊന്നുമില്ല, അതൊക്കെ രസം. എനിക്ക് പക്ഷേ ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ. എല്ലാം അതിൻ്റെ രീതിയിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അല്ലേ അത് കഴിഞ്ഞ് പിന്നെയുള്ള കുട്ടികളതൊക്കെ അവർക്കൊന്നൊരു വിഷയമല്ല. ഇപ്പോഴത്തെ എൻ്റെ കാലത്ത് ഇങ്ങനെ നാണായിരുന്നു. അപ്പം ഡ്രസ്സൊക്കെ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് അമ്മായിമാരും അച്ഛൻ്റെ സിസ്റ്റർമാരും എല്ലാവരും. ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ ഫുഡൊക്കെ എന്തൊക്കെയോ തന്നിട്ടുണ്ട്. അല്ലാതെ ഒരുക്കി ഇരുത്തിയിട്ടുണ്ട്, ഒരു സ്കേർട്ടും ബ്ലൗസൊക്കെ ഇരുത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറവാകും അന്ന്. ഒന്നാമത് ഇതിനെന്തോ വലിയ ചിത്രീകരിച്ച് വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു നാണം വരും. എന്നിട്ടില്ലേ അമ്മേൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ ഈ മച്ചൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി മാറിയിരിക്കണം. അമ്മേൻ്റെ തറവാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, അമ്മേൻ്റെ തറവാട് പറയുന്ന ആ വലിയ ഒരു തറവാടായിരുന്നു. അപ്പോൾ അതിനിങ്ങനെ തെക്കിനി അങ്ങനത്തെ കുറേ പേരുകളില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഈ വലിയ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇരിക്കാനൊരു റൂമും പാത്രവും പായയും തലാണയും നിലത്തൊക്കെയാണ് അന്ന് കിടക്കുക. അപ്പോൾ ശരിക്കും നമുക്ക് സങ്കടം വരും കേട്ടോ. കാരണം വയറുവേദനയൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ ഈ നിലത്തൊക്കെ കിടക്കുമ്പോൾ അന്നൊരു തണുപ്പൊക്കെയാണ്, ഒരു പ്രത്യേക തന്നെ. ഇന്നത്തെ മാതിരി ഭയങ്കര ചൂടൊന്നുമില്ല, ഒരു തണുപ്പും. നമ്മൾ വെക്കേഷനിലൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ ഈ പറഞ്ഞമാതിരി ഈ ഓണം വെക്കേഷനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലത്തിൻ്റെ ഒരു സംഭവമല്ലേ, അപ്പോൾ തണുത്ത് വിറച്ച് അങ്ങനത്തെ ഒരു നിലത്ത് കിടക്കുക. എനിക്കറിയില്ല. പിന്നെ നമുക്ക് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ പുറത്താണ് അന്ന് ബാത്റൂമൊക്കെ, പൈപ്പില്ല, വെള്ളം കോരണം. ഞാൻ ആലോചിച്ച് നോക്കുക, ഭയങ്കര ഒരു വരികയല്ലേ. അന്നത്തെ ആൾക്കാരൊക്കെ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ആലോചിക്കുമ്പോൾ അന്ന് അവർക്ക് ഈസി ആയിരിക്കും, കാരണം അതൊക്കെ അവർ യൂസ്ഡ് ആയി, മീൻസ് ഇങ്ങനെ ശീലമായിപ്പോൾ ഒരു സംഭവമാണ്. നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരും അല്ലേ, എങ്ങനെയാണ് പണ്ടത്തെ ആൾക്കാർ ഇതൊക്കെ. അപ്പോൾ അമ്മേൻ്റെ കാലത്ത് അങ്ങനെയായിരുന്നു. പിന്നെ ഈ ഒരു 4ൻ്റെ അന്നറ്റേ കുളിക്കുക, 4ാമത്തെ 4th ഡേ ആണ് നമ്മൾ കുളിക്കും, ആത്തി കുളിക്കുക എന്ന് പറയും. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ അറിയില്ല. നമ്മൾ ആത്തി കുളിക്കുക പറഞ്ഞാൽ ഒന്നായിട്ട് നമ്മൾ കിടന്ന പായയും തലേണയും ഒക്കെ, തലേണയില്ല പായയും നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒന്നായിട്ട് നമ്മൾ തലയിൽ കൂടെ വെള്ളം ഒഴിക്കും.
അതിനാണ് ആത്തി കുളിക്കുക എന്ന് ഞങ്ങളെ ഭാഗത്ത് പറയണത്. എല്ലാവരുടെ ഭാഗത്തും എന്താ പറയുക എനിക്ക് അറിഞ്ഞൂടാ. 4ൻ്റെ അവർ വരിക ചെയ്യുക. ഈ പെരണാമാർ മണ്ണാത്തികൾ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറയരുത്. അന്നത്തെ കാലത്തെ കഥ പറഞ്ഞു, ഇന്നല്ല, അന്ന് അമ്മേൻ്റെ കാലത്ത് അവർ വന്നിട്ട് ഇവർ കുളിപ്പിക്കുകയൊക്കെ അത്ര ചെയ്യുക. തറവാട്ടിൽ ഞങ്ങളൊക്കെ പോകുമ്പോൾ ഇപ്പോഴും പന്തിരങ്കാവ് പോയി കഴിഞ്ഞാൽ അവിടെ മച്ചൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ തൊടാമ്പാട് എന്നാണ് പറയുക. അത് നിങ്ങൾ പറയുമോ എനിക്കറിയില്ല. അതായത് തൊടാൻ പാടില്ല. അപ്പോൾ നമുക്ക് അവിടെ പോകുമ്പോൾ കസിൻസിനൊക്കെ ഞങ്ങൾ പറയുമ്പോൾ അത്രയ്ക്കും ഒരു ഇതായിട്ടില്ല. ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് പറയാനുള്ള സമയമായിട്ടില്ല. മോശമാണ്, അയ്യേ ഇങ്ങനെ പറയുക, ആണുങ്ങളെ മുന്നിൽ സംസാരിക്കുക, ആ ഒരു സമയമാണ് ഞങ്ങളെ ഞാനൊക്കെ പീരീഡ്സ് ആയ സമയത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും കുറേ പറഞ്ഞമാതിരി കസിൻസൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ മാറിയിരിക്കുമ്പം അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് ചിരിക്കും, ഷിയോ എന്ന് പറയും. ആ ഒരു ഇതുണ്ടല്ലോ അന്നത്തെ ഒരു കുറവും നാണമൊക്കെ. പിന്നെ അത് മാത്രമല്ല, അന്ന് നമ്മൾ കുട്ടികൾക്കേ അറിയാം, ചെറിയ മക്കളൊക്കെ വരുന്ന അമ്മേനെ കണ്ടില്ലല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് തൊടാൻ പാടാ, ആ ഒരു വേർഡാണ് തൊടാൻ ഇങ്ങനെ കേട്ടോ പറയാം. എന്നിട്ട് അന്ന് 2-3 വയസ്സുള്ള കുട്ടികളല്ലേ ഡ്രസ്സ് ഇടിപ്പിക്കില്ല, കാരണം അവർ അമ്മേനെ പോയി തൊടുമല്ലോ. നമുക്ക് തൊടരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാതെ തൊടാതിരിക്കുന്ന ആ ഒരു പ്രായമല്ലാത്ത കുട്ടികളെ ഡ്രസ്സ് ഫുള്ളയിപ്പിക്കും. അതിനാണ്, അതായത് അത് ദോഷമാണ്, തൊടരുത്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മീൻസ് അത് ദോഷമാണെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മളൊരാളെ വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഞാൻ ആളല്ല. പക്ഷേ ഞാൻ ചിന്തിക്കും, ദൈവമായിട്ട് തന്നൊരു സംഭവമല്ലേ അല്ലേ, ഒരു സ്ത്രീ പുരുഷൻ എന്നുള്ളത് വേർതിരിവാണ്. വേർതിരിച്ചും കൊണ്ട് നമുക്ക് ഫിസിക്കലിയും നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ദൈവം തന്നതല്ലേ, പ്രകൃതി തന്നൊരു കാര്യമാണ്. പക്ഷേ അതിനെല്ലാവരും മോശമായിട്ടൊക്കെ വൃത്തികേട് വിട്ട് നിൽക്കൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സങ്കടം വരും. അതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഈ തൊടാമ്പാട് എന്ന് ഉദ്ദേശിക്കുന്നത് പെണ്ണുങ്ങൾക്കൊരു റെസ്റ്റ് ആയിരിക്കും ഉദ്ദേശിച്ചത്. അതിനൊക്കെ കൂടെ വേറെ രീതിയിലേക്ക് ആക്കി പിന്നെയുള്ള ആൾക്കാർ, കാണരുത്, തൊടരുത്, മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് ആ ഒരു ഇത് പിന്നെ എന്താ പറയുക, അതിന് ശരിക്കും ദോഷമുണ്ടോ ചോദിച്ചാൽ അറിയില്ല, ദോഷമുണ്ടോ ഇല്ലയെന്നൊന്നും ചോദിച്ചാൽ അറിയില്ല. എന്നാലും നമ്മളത് പാലിച്ച് വരുന്നതുകൊണ്ട്, അതായത് തൊടരുത്, അമ്പലത്തിൽ പോകരുത്, നമ്മൾ ഉള്ളിൽ അത് ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ട് നമുക്കതൊരു പേടിയുണ്ടാവും. ഇത് ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ വരും, അങ്ങനെ ചെയ്യരുത്, ഇത് ദോഷമുണ്ടോ ഇല്ലയോ എന്നല്ല, നമ്മളത് ഇങ്ങനെ അത് കേട്ട് വളർന്നുകൊണ്ട് നമുക്കൊരു ടെൻഷൻ വരും, അത് പോകാൻ പാടില്ല എന്ന്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ തറവാട്ടിലെ കഥകളും പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ചെറുപ്പത്തിലേ പാലിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ അതങ്ങനെ കടക്കണം. അപ്പോൾ അതായിരുന്നു എൻ്റെ വലിയ കുട്ടിയായുള്ള എക്സ്പീരിയൻസ് ഒക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഈ പറഞ്ഞ മാതിരി പിന്നെ ഞാൻ കാണുന്നത്, പിന്നെ ഇപ്പോൾ അതൊരു ഭയങ്കര ആഘോഷമായില്ലേ. ഞാൻ കുറേ ആൾക്കാരുടെ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ടുണ്ട്, കുട്ടികളെ നല്ല ഭംഗിയിൽ ഒരുക്കി അടിപൊളിയിൽ ഭയങ്കര ചടങ്ങുകളൊക്കെ ആയിട്ട് ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാം തന്നെ. അതിന് തന്നെ നമ്മളൊരു ചെറിയ കല്യാണം എന്നൊക്കെ പറയും പണ്ട്. ചെറിയ കല്യാണം എന്നല്ല, ഒരു കല്യാണത്തിൻ്റെ മാതിരി തന്നെ കുട്ടികളെ ഒരുക്കി ഒക്കെ ചെയ്യാറുണ്ടല്ലോ, എനിക്കിഷ്ടമായിരുന്നു. പിന്നെ അപ്പോൾ ഞങ്ങൾ ചിമ്മൂനെ കണ്ടപ്പോൾ പിന്നെ ചിമ്മൂന് അതൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ചിമ്മൂനെ ഒരുക്കി. പക്ഷേ ഞങ്ങൾ ഇതൊന്നുമില്ല, എന്താ അതിന് പറയുക, ചടങ്ങൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ നല്ല സുന്ദരിയായിട്ട് ഒരുക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളെല്ലാവരും ഒന്ന് കൂടി, അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ. അപ്പോൾ അത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയേണ്ടി വെച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കിട്ടി. അപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ, വലിയ കുട്ടിയാവണത്. നമുക്ക് പെൺകുട്ടികളാകുമ്പോൾ അതാണ് ഒരു ടെൻഷനാണ്, ഈ വലിയ കുട്ടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, ഒരു സംഗതി പറഞ്ഞു കൊടുക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര വിവരമാണ്, നമ്മളെക്കാട്ടും വിവരവും മൂഡ് സ്വിങ്ങിൻ്റെ കഥയും ഒക്കെ അറിയാം. അങ്ങനത്തെ ഒരു പ്രത്യേക ജനറേഷനാണ് ഇപ്പോഴത്തെ കുട്ടികൾ വളർന്നു വരുന്നത്. അപ്പം അതും പിന്നെ അതുമല്ല, എല്ലാം ഇതായില്ലോ, എന്താ പറയുക, ഭയങ്കര ഓപ്പൺ ആണല്ലോ എല്ലാം. ഇപ്പം എല്ലാം ഓപ്പണാണ് പറയാൻ കാരണം എന്താ അറിയോ, ഇപ്പം കുട്ടികൾ തന്നെ അച്ഛൻ്റെ അടുത്ത് പറയും സാനിറ്ററി പാഡ് തീർന്നു, പാഡ് വാങ്ങി തരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഭയങ്കര ഓപ്പണായിട്ട് വേറെ തന്നെ ഒരു ജനറേഷനാണ്. കുറേ നല്ലതും ഉണ്ട്, ഒരുപാട് ഓപ്പണായാലും ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു ജനറേഷനാണ് ഇപ്പോൾ. ഭയങ്കര എല്ലാം ഓപ്പണാണ്, ഒന്നിനും ഒരു പ്രൈവസി ഇല്ലാത്തൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം അല്ലേ. സിനിമയിലാണെങ്കിലും ഇപ്പം തെറിയൊക്കെ സർവ്വസാധാരണമായി ഇപ്പം സ്കൂളിലൊക്കെ പറയണപ്പോൾ എൻ്റെ കുട്ടികൾ തന്നെ സ്കൂളിൽ അവർ രണ്ടുപേരും സ്കൂളിൽ നടക്കുന്ന എല്ലാ കഥകളും പറഞ്ഞു തരും. അപ്പം കുട്ടികൾ യൂസ് ചെയ്യുന്ന കുറേ വാക്കുകളൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ അവരെയൊക്കെ ചിന്താഗതിയൊക്കെ വേറെ തന്നെ ചിന്താഗതികളൊക്കെയാണ്. അയ്യോ, അപ്പം ഞാൻ വലിയ കുട്ടിയായ കഥകളൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അതിൻ്റെ പിന്നാലെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവരുടെ ചാലപ്പുറത്തെ അവളെ ഒരുക്കിയതും ഇതൊക്കെ. അപ്പോൾ ഇത് രോഹിണിയാണ് ഇങ്ങനെ അവളെ സുന്ദരിയാക്കി ഒരുക്കിയത് കേട്ടോ. രോഹിണി, ലക്ഷ്മി എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളിതാ കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, ചാലപ്പുറം ടീമാണത്. ചാലപ്പുറത്തെ ടീം ഇത് ഇത്രയല്ല കേട്ടോ, എല്ലാവരും കുറേ ആൾക്കാർക്ക് വരാനൊന്നും പറ്റിയില്ല. അപ്പോൾ പെട്ടെന്നാണല്ലോ, വലിയ കുട്ടിയൊക്കെ നമുക്ക് മുന്നറിയിപ്പ് അവിടെ കൂടി വരില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് അന്ന് തന്നെ ഞങ്ങൾ പറന്ന് എല്ലാവരും കൂടെ കൂടാൻ ഓരോരോ കാരണങ്ങൾ ചാലപ്പുറത്തുകാർക്ക്. പക്ഷേ ഇതൊക്കെ ഒരു രസമല്ലേ, അങ്ങനെയെങ്കിലും എല്ലാവരും കാണും കൂടും, അതൊക്കെയല്ലേ അതിൻ്റെ ഒരു. പണ്ടുള്ള ആൾക്കാർ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് അതൊക്കെ.
പല എന്താ പറയുക ഓരോ ചടങ്ങുകളൊക്കെ വെക്കണ തന്നെ എല്ലാവരും ഒന്ന് കൂടാനും ഈ പൂജ കാര്യങ്ങളൊക്കെ തറവാട്ടിലൊക്കെ വെക്കണത് എല്ലാവരും ഒത്തൊരുമ കൂടാൻ വേണ്ടിയിട്ട് ഇപ്പം ഒന്നും അതൊന്നും ഇല്ല. ഒക്കെ ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും കുട്ടികളും മാത്രമായിട്ട് ആരും ഒന്നും അറിയാതെ. പക്ഷെ ഞാൻ എന്തോ ഒരു ഭാഗ്യമുണ്ട് ഒരു കാര്യത്തിൽ. എനിക്കാണ് എൻ്റെ കുട്ടികൾക്കും ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു എൻജോയ്മെൻ്റ് ആണ്. അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ, ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു എന്താ പറയുക ഒക്കെ അറിയാം അതന്നെ. അപ്പോൾ ഇതാ ഈ പെൺകുട്ടി ഇങ്ങനെ ഭംഗിയിൽ ഒരുങ്ങിയിട്ട് വട്ടം തിരിയുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു ഇത്. ഇവളിപ്പം +1 ആയിട്ടോ, സിൽവർ ഹിൽസിലാണ് പഠിക്കുന്നത്, കേമത്തിയാണ്. ഇതായിരുന്നു ഇവളെ വലിയ കുട്ടിയായ ചടങ്ങ്. ഞാനിത് കഴിക്കുക അതിൻ്റെ ഇടയിൽ കൂടെ. ഇതെന്താ സാധനം എന്നറിയോ? നമ്മളെ മറ്റേ ഇതാണിത്, എന്തായാലും പറയാ, ഈ ഇതില്ലേ എൻ്റെ കൃഷ്ണ ഗുരുവായൂർ എന്താണിത്, കാരക്കല്ലേ, കാരക്കേൻ്റെ ചെറുപ്പക്കാരി പച്ച. എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് അത്. ഈ സാധനം എനിക്കിഷ്ടമാണ്. ഇത് കാരക്കേൻ്റെ കുട്ടിക്കാലം, എന്താ പേര്, എനിക്ക് വേറെന്തെങ്കിലും പേരുണ്ടോ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ. ഇങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ ഉന്തുവണ്ടികളിൽ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനൊരു കറുണ്ട്, എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണിത്. വേറെ സാധനം കാണിച്ചിട്ട് വലിയ കുട്ടീൻ്റെ കഥകൾ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പം ഞാനിങ്ങനെ ഇത് കഴിക്കുന്നത്. ഇത് കുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഞാവൽപ്പഴം കഴിച്ചാൽ ഇതിനും വേറെ തന്നെ ഒരു ചവർപ്പ് മാറ്റത്തൊരു ടേസ്റ്റാണ്, മധുരമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ സീസണാണ് തോന്നുന്നു. ഞാനിതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരുന്നു, ഉണ വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പാത്രത്തിലാക്കി ഇതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു സിനിമ ഓർമ്മ വരും നിങ്ങൾക്ക്? സിനിമയ്ക്ക് ഓർമ്മയില്ല പേര്, വലിയ സ്റ്റൈലാക്കി പറഞ്ഞിട്ട് സുരേഷ് ഗോപിൻ്റെ അതിൽ ലെന ഞാവൽപ്പഴം കാണിച്ചത്. നാവിങ്ങനെ കണ്ടോ, വയലറ്റ് കളറാവണേ ഞാവൽപ്പഴം. അതിനൊരു കുരുണ്ടാവും, അത് നമ്മൾ തുപ്പിക്കളയുക. ഇതാണ് സാധനം, ഞാവൽപ്പഴം. ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാകുമെന്നറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വലിയ കുട്ടീൻ്റെ കഥ പറഞ്ഞതാണ്. എൻ്റെ കയ്യിൽ കുറേ വീഡിയോസ് ഉണ്ട്. ഇപ്പം എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ വല്യച്ഛൻ്റെയും വല്യമ്മേൻ്റെയും 50ാം വിവാഹ വാർഷികത്തിൻ്റെ ഞാനൊരു വലിയ വീഡിയോ, അത് കഴിഞ്ഞിപ്പോൾ ഒരു മാസം 1.5 മാസം 2 മാസം എന്തോ സത്യം പറഞ്ഞാൽ കഴിഞ്ഞു. വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്തില്ല. പിന്നെ അതേമാതിരി ഞാൻ ചെറുപ്പ പറഞ്ഞ സ്ഥലം അറിയുമോ? മാവൂരിൻ്റെ അടുത്ത്, കോഴിക്കോട്. അവിടെ അമ്മേൻ്റെ ചേച്ചീൻ്റെ വീടാണ്. അവിടെ തന്നെയാണ് അമ്മേൻ്റെ ചേച്ചീൻ്റെ മോള് ദിവ്യ ചേച്ചി. നിങ്ങൾക്ക് സുപരിചിതയാവും. എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്ക് എൻ്റെ കുടുംബക്കാരുടെ പേരൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട്. അവളുടെ വീടൊക്കെ ഞാൻ അടുത്തുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഹോം ടൂർ പോലെ ആയിപ്പോയി. അത് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരും കാണിച്ചും കൊണ്ട് ചെയ്യും. അപ്പോൾ ആ വീഡിയോ അവിടെ നിൽക്കട്ടെ വിചാരിച്ചു വീട് മാത്രമായിപ്പോൾ എടുത്തത്. അവിടെ ഈ പറഞ്ഞ മാതിരി എന്തൊക്കെയോ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് ദിവ്യ പറഞ്ഞു. അന്നൊക്കെ എനിക്കില്ലേ ദിവ്യ ചേച്ചീൻ്റെ വീട്ടിലിപ്പോൾ പന്തിരങ്കാവിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അമ്മ പറയും എനിക്ക് ഇവിടെ ഇഷ്ടംമാതിരി കുന്നും എന്തൊക്കെയോ ഉണ്ട് വീഡിയോ എടുക്കാൻ. ഹൈസ്കൂൾക്കൊന്നൊക്കെ, പന്തിരങ്കാവ് ഹൈസ്കൂൾക്കൊന്നൊക്കെ കുറേ എന്തൊക്കെയോ കാണാനൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ മടിച്ചിട്ട് ഇങ്ങനെ മത്തി പോയത്, അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഇവിടെ നിന്ന് വർത്താനം പറയാം, ആ ഒരു ആറ്റിറ്റ്യൂഡ് വരും, മത്തിയിടോ എന്നൊക്കെ. ഇങ്ങനെ ഭയങ്കരമായിട്ട് ലേറ്റായിട്ട് എനിക്കൊരു മടിച്ചി പൊതുവേ. അല്ല വേറെ എവിടെയും പോയി കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ നിന്നാണ് കുറച്ച് ഉഷാറ്. ഈ വീട്ടിലാകുമ്പോഴാണ് എനിക്ക് എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പം അങ്ങോട്ട് ഇവിടെ അങ്ങനെ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട്, എന്നാലും ഞാൻ എൻ്റെ കഴിവിൽ പരമാവധി ഞാൻ ഈ റൂമിലൊക്കെ ഇരുന്ന് കിടന്നുറങ്ങണമൊക്കെ ഉണ്ട്. കിടന്നുറങ്ങല്ല, എൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് മടിച്ച് കളിയുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിലും പന്തിരങ്കാവിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും കൂടെ മതി, അപ്പം അത് മതി, ആ ഒരു ആറ്റിറ്റ്യൂഡ് വരും. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. എല്ലാ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് ഞാൻ പൂർവാധികം ശക്തിയോടുകൂടി ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത്, ബോറടിച്ചുകൊണ്ടോ ഒന്നും എനിക്കറിയില്ല. എന്നാലും കുറച്ച് ആൾക്കാർക്കാണെങ്കിലും ഒക്കെ ആ പണ്ടത്തതും ഇപ്പോഴത്തതുമായിട്ടുള്ളൊരു കുട്ടികളുടെ ജനറേഷൻ ഗ്യാപ്പും ഇത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും ഒക്കെ ഇല്ലേ, ഒരു ഐഡിയ ഇത് കാര്യം പറയാതെ വിചാരിച്ച് വന്നതാണ്. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഇൻസ്പിറേഷനിൽ പറഞ്ഞു വന്നപ്പോഴത്തേക്കും അവസാനിപ്പിക്കാൻ എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയാതെ ഇപ്പോഴാണ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കുട്ടിക്കാരക്കേനെയും ഞാവൽപ്പഴത്തിനെയും കൊണ്ടുവന്നത്. ടേസ്റ്റുണ്ട്. നോക്ക് സമയം ഇതിപ്പോൾ ഇല്ലേ ഇതായി, സമയം എത്രയെന്ന് അറിയാം, രാത്രി 9 മണി. ഞാൻ എൻ്റെ വേഷം കൂടി മാറ്റിയില്ല, സമയം 9:30 മണിയായി. ഇത് ഞാൻ ഇപ്പം ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു, ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വേഷം കെട്ടി വന്നതാണ്. സൗമ്യ എനിക്കൊരു ഭംഗിയുള്ള ചുരിദാർ തന്നിട്ടുണ്ട്, അതിട്ടിട്ട് പോയതാണ്. അവൾക്ക് ഏതൊക്കെയോ ഭാഗങ്ങൾ തടിക്കുന്നതുകൊണ്ട് അവൾക്ക് ചുരിദാറൊന്നും ഭാഗമല്ല, അപ്പോൾ ഒക്കെ എനിക്ക് തന്നു, കുറേ ഡ്രസ്സ് തന്നിട്ടുണ്ട്. സന്തോഷമായി, റീലെടുത്ത് ഞാൻ മരിക്കും. അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.